ബിഗ് ബോസ് സീസൺ 8 മലയാളം അഗ്നിപരീക്ഷ എപ്പിസോഡ് 11 റിവ്യൂ. ഇന്നത്തെ ആദ്യത്തെ ടാസ്ക് ഓരോരുത്തർക്കും തോന്നുന്ന ഹീറോ വില്ലൻ ആരെന്ന് കണ്ടുപിടിക്കുക. ഹീറോയ്ക്ക് ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച് കൊടുക്കുക, വില്ലന് ഒരു കറുത്ത പൊട്ട് ഇട്ട് കൊടുക്കുക. ടാസ്ക് ചെയ്യാൻ വേണ്ടി ആദ്യം കൈവയ്ക്കുന്നത് ശ്യാമാണ്. എപ്പോഴും ശ്യാം ആദ്യം തന്നെ വരാൻ ശ്രമിക്കുന്നുണ്ട്. ശ്യാമിൻ്റെ ഹീറോ താഷി, വില്ലത്തി ലോലിറ്റ. താഷി സെൻസിബിളായിട്ട് ഗെയിം കളിക്കുന്നതെന്നും നല്ല സ്വാഗുണ്ടെന്നും ശ്യാം പറഞ്ഞപ്പോൾ അഖിൽ മാരാർ ചോദിച്ചു, സ്വാഗ് വെച്ചിട്ടാണ് ബിഗ് ബോസിൽ കളിക്കുന്നതെന്ന്. ശരിക്കും പറഞ്ഞൊരു വ്യക്തമായ കാരണം പറയാൻ ശ്യാമിനായിട്ടില്ല. ലോലിറ്റ ഗ്രൂപ്പിസം കളിക്കുന്നതുകൊണ്ടാണ് വില്ലത്തിയാക്കിയത്. ലോലിറ്റ രാകേഷിനെയും ഷിജിലാലിനെയുമൊക്കെ സ്വാധീനിക്കുന്നുണ്ടെന്ന് ശ്യാം. താഷി വന്നിട്ട് ഇവിടെ ഹീറോയായിട്ട് എനിക്ക് ആരെയും തോന്നുന്നില്ല, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഹീറോ, എങ്കിലും പറയാൻ ഒരാളുടെ പേരുള്ളതുകൊണ്ട് ഞാൻ ഷാമോൻ്റെ പേര് പറയുന്നു. താഷിക്ക് ശരിക്കും ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്. ഷാമോനാണോ താഷിയാണോ ഹീറോ എന്ന് അഖിൽ മാരാർ ചോദിച്ചപ്പോൾ താൻ തന്നെയാണ് ഹീറോ എന്ന് താഷി. പക്ഷേ ഈ കോൺഫിഡൻസ് ടാസ്കുകളിൽ അത്ര കാണുന്നില്ല. സോന എപ്പോഴും സെയിം മീറ്റർ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സോന വില്ലത്തി ചുമ്മാ ബഹളം വയ്ക്കുക, മറ്റുള്ളവരെ തല്ലിക്കുക തുടങ്ങിയ കാരണങ്ങൾ. സോനയുടെ ഹീറോ ഷിബിനയും വില്ലത്തി ലോലിറ്റയുമാണ്. ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിയെടുക്കാനുള്ള പരിശ്രമമാണ് ഷിബിനയെ ഹീറോയാക്കിയതും പിന്നെ എല്ലാവരെയും പ്ലീസ് ചെയ്ത് മുകളിലേക്ക് എത്താൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നതും ക്യൂട്ട്നെസ്സൊക്കെ കാണിച്ച് ആളുകളെ കൂട്ടിച്ചേർക്കുന്നു. തൻ്റെ പക്ഷത്തേക്ക് ചേർത്താണ് ഗെയിം കളിക്കുന്നത്. അതുകൊണ്ടാണ് ലോലിറ്റ വില്ലത്തി എന്ന്. അങ്ങനെ എന്തൊക്കെയോ ലോലിറ്റയെ പറ്റി പറയുന്നു. ശരിക്കും ലോലിറ്റയുടെ അസൂയയില്ലെന്ന് രഞ്ജിനി ഹരിദാസ് ചോദിക്കുന്നു. പല കാര്യങ്ങളും പറഞ്ഞ് സോന വെട്ടിലാകുന്നുണ്ട് പലപ്പോഴും. ഷിബിനയുടെ ഹീറോ ഷിജിലാലും വില്ലൻ രാകേഷ് ഏട്ടനും. രാകേഷ് നല്ലവനായി വന്ന് ഇപ്പോൾ വില്ലനായിട്ടിരിക്കുകയാണ് എന്ന് ഷിബിന. ഷിബിനയ്ക്ക് തോന്നി കാണും രാകേഷ് നല്ല സപ്പോർട്ടുണ്ട് പ്രേക്ഷകരുടെ ഇടയിലും അഗ്നി പരീക്ഷയ്ക്കും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് താത്തണം. അതിനുവേണ്ടിയാണ് രാകേഷിനെതിരെ പല ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ലോലിറ്റയുടെ അടുത്തൊക്കെ പെൺകുട്ടി കാർഡൊക്കെ കാണിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. രാകേഷിൻ്റെ ഹീറോ അഫിയയും വില്ലത്തി ഷിബിനയുമാണ്. അഫിയ ഇപ്പോൾ 2-3 ദിവസമായിട്ട് വളരെയേറെ മെച്ചപ്പെട്ടിരിക്കുന്നെന്നും നന്നായിട്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നുണ്ടെന്നും സംസാരിക്കുന്നുണ്ടെന്നും ഗെയിമൊക്കെ കളിക്കുന്നുണ്ടെന്നും രാകേഷ്. അസൂയ, കുശുമ്പ്, പരിദൂഷണം, തമ്മിത്തല്ല് ഇതിൻ്റെയൊക്കെ നിർഗൂഢമാണ് ഷിബിനയെന്ന് രാകേഷ്. കുറേ കാര്യങ്ങൾ രാകേഷ് അവിടെ വെച്ച് പറയുന്നുണ്ട്. രാകേഷ് പറയുന്നതനുസരിച്ചും ഡാൻസ് ചെയ്യുന്നതനുസരിച്ച് ഷിബിന ആക്ഷൻ ഇടുകയും ഡാൻസ് ചെയ്യുകയും എക്സ്പ്രഷനൊക്കെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. കുറച്ച് ഓവറാണ് ഷിബിന കാണിക്കുന്നത്. ഷിബിന ശരിക്കും പൊളിഞ്ഞിട്ട് രാകേഷാണ് പൊളിഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് അവിടെ. ഷിബിന ഒരു ബിഗ് ബോസ് മെറ്റീരിയലാണെങ്കിലും പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചെടുക്കേണ്ടതുണ്ട്, എങ്കിലേ കാര്യമുള്ളൂ. ഷെബിയയുടെ ഹീറോ ശ്യാമും വില്ലത്തി സോനയുമാണ്. ശ്യാം മാനിപ്പുലേറ്റ് ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ടെന്നും കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടെന്നും സോന വന്നപ്പോൾ മുതൽ നെഗറ്റീവ് എനർജിയാണ് നൽകുന്നതെന്നും ഒട്ടും റിയൽ അല്ലെന്നും ശരിക്കും വില്ലത്തി തന്നെയാണെന്ന് അഫിയ. ഇത് ശരിയാണോ എന്ന് രഞ്ജിനി ചോദിച്ചപ്പോൾ കൂടുതൽ പേരും അതിന് അനുകൂലമായി കൈവക്കി. ഒരു നെഗറ്റീവ് അഭിപ്രായം എല്ലാവരുടെ ഇടയിൽ സോന നേടിയിട്ടുണ്ട്. പൂജയുടെ ഹീറോ താഷിയും വില്ലത്തി സോനയുമാണ്. സോന ലൊലിറ്റയോട് പേഴ്സണൽ വിരോധം വെച്ചാണ് പെരുമാറുന്നതെന്ന്. താഷിയാകട്ടെ ബിഗ് ബോസിൽ കയറാനുള്ള ഒരു സ്ട്രാറ്റജിയും മാനിപ്പുലേഷൻ ചെയ്യാനുള്ള കഴിവുമുള്ള ആളാണ്. എൽദോയുടെ ഹീറോ ലോലിറ്റയും താഷിയാണ് വില്ലൻ. താഷിക്ക് ആരംഭശൂരത്വം മാത്രമേ ഉള്ളൂ എന്നും ലോലിറ്റയാകട്ടെ ആരോപണങ്ങൾ വരുമ്പോൾ പുഞ്ചിരിയോടെ നേടുമെന്നും അവസരം വരുമ്പോൾ ഒറ്റയടിക്ക് അടിച്ചു വീഴ്ത്തുന്ന ആളാണെന്നും ഏത് റിസ്ക് എടുക്കാൻ തയ്യാറാണെന്നും. ശരിക്കും പറഞ്ഞാൽ അത് എൽദോയുടെ ഒരു സ്ട്രാറ്റജിയാണ്. ലൊലീറ്റയെ ഒന്ന് പൊക്കിയടിച്ചതാണെന്നാണ് തോന്നുന്നത്. ലൊലീറ്റയുടെ ഹീറോ പൂജ, വില്ലൻ ഷിബിനയുമാണ്. ഷിബിന തന്നെപ്പോലെ തന്നെ കട്ടയ്ക്ക് നിൽക്കുന്നവളും ക്രൂക്കഡ് മൈൻഡും ശക്തമായ എതിരാളിയുമാണ്. അതുകൊണ്ടാണ് വില്ലത്തി ഷിബിന. പൂജയ്ക്ക് നല്ല സ്റ്റാൻഡും സ്ട്രാറ്റജിയുമുണ്ട്. അതുകൊണ്ട് പൂജയാണ് ഹീറോ. ഷാമോൻ്റെ ഹീറോ ഷിജിനും വില്ലൻ എൽദോയുമാണ്. നല്ലവനായി വന്ന് വില്ലനാവാൻ ചാൻസുള്ള ആളാണ് എൽദോയെന്ന് ഷാമോൻ. ഷിജിനാകട്ടെ കഴിഞ്ഞൊരു ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ടാസ്കും നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. ഷിജിൻ്റെ ഹീറോ എൽദോയും ഷിബിനയാണ് വില്ലത്തിയും. വീണ് കഴിഞ്ഞാൽ ചേർത്ത് നിർത്തുന്ന ആളാണ് എൽദോയെന്നും ചീപ്പ് കളി കളിക്കുന്ന ആളാണ് ഷിബിനയെന്നും ഷിജിലാലിൻ്റെ ഹീറോ അഫിയ, വില്ലത്തി സോന. നെഗറ്റിവിറ്റി തന്നെയാണ് സോനയ്ക്കുള്ള കാരണം. ഓരോ ദിവസവും അഫിയ കയറി വരുന്നു. അടുത്ത ടാസ്ക് ഇച്ചിരി ടഫായിരുന്നു. എല്ലാവരും ഒരു കയറിൻ്റെ അകത്ത് വട്ടത്തിൽ കയറി നിൽക്കണം. താഴെ റെഡ് കളറിൽ ഒരു വട്ടം വരച്ചിട്ടുണ്ടായിരിക്കും. അതിൽ വലിച്ച് കയറ്റണം ഓരോരുത്തരും. ആദ്യം കയറുന്ന ആൾ ഔട്ടാവും. ഏറ്റവും അവസാനം വരെ കയറാതിരിക്കുന്ന ആളാണ് വിജയിക്കുക. ആദ്യം പുറത്തായത് പൂജ, പിന്നെ സോന കിറ്റ് ചെയ്തു. അവസാനം വരെ പിടിച്ചു നിന്ന് ഷിജിലാലും എൽദോയുമായിരുന്നു. ഭയങ്കര പോരാട്ടമാണ് അവർ നടത്തിയത്. കട്ടയ്ക്ക് അവസാനം അവർ രണ്ടുപേരും ജയിച്ചു. അവരെക്കാളും തടിമിടുക്കുള്ളവരെയൊക്കെയാണ് അവർ തോൽപ്പിച്ച് മുന്നേറിയത്. സ്ത്രീകളിൽ ലോലിറ്റയും അഫിയും നന്നായിട്ട് കളിച്ചു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെ പറ്റി കമൻറ്റ് ചെയ്യൂ. ആരാണ് ഇന്നാവുക, ആരാണ് പുറത്തു പോവുക നമുക്ക് കാണാം. ഇന്ന് ഷിജിലാലിൻ്റെയും എൽദോയുടെയും ദിവസമായിരുന്നു.